Next is celebrations 15 years of Rajiv Nadh. മലയാള സിനിമാ ചരിത്രത്തിന്റെ ഇടവഴിയിൽ 50 വർഷം പൂർത്തിയാക്കിയ ദേശീയ പുരസ്കാരം ലഭിച്ച രാജീവ് നാഥിന് IFFKയുടെ ആദരം. ചലച്ചിത്ര ജീവിത വഴിയിൽ 50 വർഷം പൂർത്തിയാക്കിയ ദേശീയ പുരസ്കാര ജേതാവായ പ്രശസ്ത സംവിധായകൻ രാജീവ് നാഥിന് 30ാം കേരള രാജ്യാന്തര അന്തർദേശീയ ചലച്ചിത്രമേളയിൽ ആദരം. ഈ മേളയിൽ വെച്ച് തന്നെ രാജീവ് നാഥിനെക്കുറിച്ച് അലക്സ് വള്ളിക്കുന്നം എഴുതിയ തണൽ എന്ന പുസ്തകം പ്രകാശനം ചെയ്തു. ഈ മേളയിൽ മികച്ച സംവിധായകനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ച ജനനി എന്ന ചിത്രം പ്രദർശിപ്പിച്ചു. ഈ സിനിമയുടെ കഥാപരിസരം ഏറെ വ്യത്യസ്തമാണ്. കേരളത്തിലെ ഒരു കോൺവെന്റിനുള്ളിൽ ജീവിക്കുന്ന 7 കത്തോലിക്ക സന്യാസിമാർക്ക് അപ്രതീക്ഷിതമായി ഒരു അനാഥ ശിശുവിനെ സംരക്ഷിക്കേണ്ടി വരുന്നു. അവർ പാലിച്ചു പോന്ന വ്രതങ്ങൾക്കും വിശ്വാസത്തിനും വെല്ലുവിളികളായി മാറുന്നു ഈ സംഭവം. മാതൃസ്നേഹത്തെക്കുറിച്ചുള്ള അവരുടെ ധാരണകളെയും മാറ്റിമറിക്കുന്നു. നിശാഗന്ധിയിൽ നിറഞ്ഞ സദസ്സിലായിരുന്നു പ്രദർശനം. തെറ്റു വളർത്താനും മുള കൊടുക്കാനും നിയോഗമില്ലാത്ത നമ്മൾ ഈ അമ്മമാർക്ക് എന്തിനാ ഇവനോട് മാത്രം ഈ അടുപ്പം? അമ്മ അങ്ങനെ വിചാരിച്ചിട്ടുണ്ടോ? ചെലപ്പം. എന്നാലും ഇത്രയും ദിവസം നമ്മുടെ കൂട്ടത്തിൽ ഇങ്ങനെ അരുമയായിട്ട് കൂടെ ഉണ്ടായേച്ച് ഇവൻ നാളെ അങ്ങ് പോകുവാണല്ലോ എന്ന് ഓർക്കുമ്പോഴാ. Another segment is Celebrity Talk. കേരള ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ പങ്കെടുത്ത സ്വദേശികളുടെയും വിദേശികളുടെയും അഭിപ്രായങ്ങളും വിമർശനങ്ങളും സെലിബ്രിറ്റി ടോക്കിലൂടെ. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവൽ ആയിട്ടുള്ള IFFKയുടെ ടാഗോറിൻ്റെ വേദിയിലാണ്. എല്ലാ വർഷത്തെയും പോലെ ഒത്തിരി സന്തോഷമുള്ളൊരു സ്പേസാണ്. അപ്പോൾ എടുത്തു പറയേണ്ടത് ഒരു ഒത്തുകൂടലും ഒരു കൂട്ടായ്മയൊക്കെ തന്നെ റിഫ്ലക്റ്റ് ചെയ്യുന്ന, പ്രത്യേകിച്ച് സാമൂഹ്യ പ്രതിബദ്ധതയുള്ള വിഷയങ്ങളൊക്കെ തന്നെ വളരെ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരു ഇടം കൂടിയാണ്. അതിൽ എടുത്തു പറയേണ്ടത് കുടുംബശ്രീയുടെ ഒരു പരസ്യ ചിത്രത്തിൽ അഭിനയിച്ചതിൻ്റെ ഒരു സ്ക്രീനിങ് ഒക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഹെൽത്ത് മിഷൻ്റെ സ്ക്രീനിങ്, ഒരു പരസ്യത്തിൻ്റെ സ്ക്രീനിങ് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ വലിയ അഭിമാനമാണ്. പ്രത്യേകിച്ച് സമൂഹത്തിലെ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരുടെയൊക്കെ തന്നെ റിഫ്ലക്ഷൻ അല്ലെങ്കിൽ ഒരു പ്രതിനിധിയായിട്ട് അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് നിൽക്കാൻ സാധിക്കുക എന്നുള്ളത്. അപ്പോൾ എന്തായാലും ഒത്തിരി പ്രതീക്ഷയോടുകൂടിയും ആകാംക്ഷയോടുകൂടിയാണ് ഇന്ന് IFFKയുടെ വേദിയിൽ എത്തി നിൽക്കുന്നത്. അപ്പോൾ ഒത്തിരി അഭിമാനമുണ്ട്. നമ്മുടെ കേരളത്തിൻ്റെ ഏറ്റവും വലിയ അഭിമാനമാണ് IFFK. 30ാം വർഷത്തിലേക്ക് കടന്നു. 30 വയസ്സായി നമ്മുടെ IFFK. ചെറിയ സിനിമാ ഫെസ്റ്റിവൽ തുടങ്ങി 30ലേക്ക് എത്തി നിൽക്കുമ്പോഴും സിനിമാ പ്രേമികളുടെ ബാഹുല്യം കൊണ്ട് ഏറെ ശ്രദ്ധേയമായിരിക്കുകയാണ് IFFK. ലോകത്തിൽ ഇതിനേക്കാളും വലിയ ഫെസ്റ്റിവലുകളുണ്ട്, നമുക്കറിയാം, കാനായാലും അതൊക്കെ. പക്ഷെ ഇത്രയധികം ജനകീയ പങ്കാളിത്തമുള്ള ഒരു രാജ്യാന്തര ചലച്ചിത്രോത്സവം ലോകത്തുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടത് ഞാനല്ല. എനിക്ക് വളരെ പരിമിതമായ അറിവുകളേ ഉള്ളൂ. നിങ്ങളെപ്പോലുള്ള മാധ്യമ പ്രവർത്തകരാണ്. അത് വെച്ച് വേണം നമ്മുടെ കേരളത്തിന്റെ അളക്കാൻ. കാരണം കേരളം എന്തുകൊണ്ട് നമ്പർ 1 ആകുന്നു എന്ന് ലോകത്തിന്റെ മുമ്പിൽ നമ്മൾ അവകാശപ്പെടുന്നത് പോലും ഏറ്റവും താഴെത്തട്ടിലുള്ള ആൾക്കാർ മുതൽ ഏറ്റവും ഹൈ ക്ലാസ്സിൽ ജീവിക്കുന്നവർ വരെ ഈ ചലച്ചിത്രോത്സവത്തിൽ പങ്കെടുക്കുമ്പോൾ എല്ലാവരും ഇവിടെ സമന്മാരാണ്. മാനവികതയുടെ, മതസൗഹാർദ്ദത്തിന്റെ, രാഷ്ട്രീയമായിട്ടുള്ള എതിർപ്പുകൾ ഉണ്ടെങ്കിൽ പോലും പലപ്പോഴും ഈ ഒരു വേദിയിൽ എത്തുമ്പോൾ എല്ലാവരും സമന്മാരാണ്. പിന്നെ ഓരോ IFFKയും കൃത്യമായ ലോകത്ത് നടക്കുന്ന പല യുദ്ധങ്ങൾക്കെതിരെ, പലായനങ്ങൾക്കെതിരെ, വർഗീയതയ്ക്കെതിരെ, മനുഷ്യന്മാരെ കൊന്നൊടുക്കുന്നതിനെതിരെ ഒക്കെ പലപ്പോഴും ഒരു സമര കാഹളമായിട്ട് നമ്മുടെ ഈ IFFK മാറുന്നു എന്നത് വലിയ സന്തോഷമാണ്. ഈ 30ാമത് IFFK പോലും പാലസ്തീൻ സിനിമകളുടെ വലിയൊരു പാക്കേജ് പോലും നമുക്കുണ്ട്. ഗാസയിലെ കുട്ടികളുടെ ആ എന്താ പറയുക, ആ കരയുന്ന ശബ്ദം ഈ IFFKയിൽ മുഴങ്ങി കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മാനവികതയ്ക്ക് ഊന്നൽ നൽകിക്കൊണ്ടാണ്, മനുഷ്യന്മാരൊക്കെ സമന്മാരാണ് എന്ന് പറയുന്ന ഒരു വലിയ സന്ദേശം ഉയർത്തിപ്പിടിക്കുന്ന ഒരു സിനിമാ ഫെസ്റ്റിവലാണ് IFFK. IFFK ഇത്തവണ വളരെ സ്പെഷ്യലായിട്ടുള്ള ഒന്നാണ്. അന്ന് പ്രിയപ്പെട്ട ഒരുപാട് സിനിമകൾ കാണാൻ സാധിച്ചു. കഴിയുന്നത്ര വർഷങ്ങൾ IFFKയിൽ എത്താൻ ശ്രമിക്കുന്ന ഒരാളാണ്. ഇത്തവണ ഒരു ഡെലിഗേറ്റ് എന്നുള്ളതിനപ്പുറം IFFKയോട് ചേർന്ന് ഒരു വളരെ എളിയ രീതിയിലാണെങ്കിലും പ്രവർത്തിക്കാൻ സാധിക്കുന്നു എന്നുള്ളതും ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്. സിനിമ മാറുമ്പോഴും സിനിമയോടുള്ള അഭിരുചികൾ മറിയുമ്പോഴും എല്ലാം IFFKയിലേക്കുള്ള ഒരു വലിയ ജനപങ്കാളിത്തം എന്ന് പറയുന്നതും ഒരുപാട് സന്തോഷം തരുന്ന ഒന്നാണ്.
ഒരുപാട് മികച്ച സിനിമാ കാഴ്ചകളിലേക്ക് IFFK എല്ലാവരിലേക്കും കണ്ണു തുറക്കാനായിട്ട് സാധിക്കട്ടെ എന്നും ആഗ്രഹിക്കുന്നു. IFFKയുടെ സ്പെഷ്യൽ പ്രോഗ്രാമായ ചിത്രമേളയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. നാളെ ലോക സിനിമാ സ്പന്ദനങ്ങളും കാഴ്ചകളും കാഴ്ചയുടെ വിസ്മയങ്ങളും വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. Till that, bye from Nandan.